അങ്ങനെ നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് താമര വിരിഞ്ഞു. ആര്യ രാജേന്ദ്രനെ അഭിനന്ദിച്ചു BJP പ്രവർത്തകർ. കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിയ നിർണായക മുന്നേറ്റം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്നാൽ പാർട്ടിയുടെ സംഘടനാ മികവിനപ്പുറം രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ വിജയത്തിൻ്റെ ഖ്യാതി പരിഹാസ രൂപേണ സമർപ്പിക്കപ്പെടുന്ന ഒരാളിലേക്കാണ്. മറ്റാരിലേക്കല്ല, മേയർ ആര്യ രാജേന്ദ്രനിലേക്ക്. രാഷ്ട്രീയ പ്രേരിതമായ ഈ ആക്ഷേപം തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF ഭരണസമിതിയുടെ ഭരണപരമായ വീഴ്ചകളോടും വിവാദങ്ങളോടുമുള്ള ജനങ്ങളുടെ കടുത്ത അതൃപ്തി എന്ന ആഴത്തിലുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തിരുവനന്തപുരത്തെ LDF ഭരണസമിതിയുടെ പതനത്തിന് വഴിവെച്ചത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല, മറിച്ച് കാര്യപ്രാപ്തിയില്ലാത്ത ഒരു കൂട്ടം ഭരണാധികാരികളെന്ന പ്രതിച്ഛായ സൃഷ്ടിച്ച ഭരണപരമായ പിഴവുകളുടെയും തുടർച്ചയായ വിവാദങ്ങളുടെയും ഒരു പരമ്പര തന്നെയായിരുന്നു. പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് BJPക്ക് രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാനുള്ള ഫലപുഷ്ടമായൊരു മണ്ണൊരുക്കിയത് ഈ ഘടകങ്ങളാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിലേക്ക് വരുന്നത് കേരളത്തിൽ സുപരിചിതമാണെങ്കിലും നഗരഭരണത്തിൻ്റെ സവിശേഷമായ വെല്ലുവിളികൾ തികച്ചും വ്യത്യസ്തമായൊരു പോർക്കളമാണെന്ന് തെളിയിക്കുകയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ്റെ കാലഘട്ടം. യൂട്ടിലിറ്റി മാനേജ്മെൻറ്റ് മുതൽ സങ്കീർണമായ ബ്യൂറോക്രാറ്റിക് നടപടിക്രമങ്ങൾ വരെ ഉൾപ്പെടുന്ന നഗരഭരണത്തിന് SFIയിൽ നിന്ന് ആർജിച്ചെടുത്ത സംഘടനാ വൈദഗ്ധ്യം മാത്രം മതിയാവില്ലെന്ന ആഖ്യാനം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പ്രതിഷേധം വിജയിച്ചു. LDF ഭരണസമിതിയുടെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടിയത് ഭരണപരമായ പിഴവുകളും വിവാദങ്ങളും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിലെ പരാജയങ്ങളുമാണ്. നഗരത്തിലെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിലുള്ള ഭരണകൂടത്തിൻ്റെ പരാജയത്തിൻ്റെ പ്രതീകമായി കുടിവെള്ള വിതരണം. ഇതോടൊപ്പം തന്നെ കോർപ്പറേഷൻ സേവനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾ കൂടി ആയപ്പോൾ സർക്കാരിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം അനാവശ്യമായ പ്രശസ്തിക്ക് വേണ്ടി ഭരണകൂടം ശ്രമിക്കുന്നു എന്ന പ്രതീതി ജനിപ്പിച്ച ഒന്നായിരുന്നു വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡുമായി ബന്ധപ്പെട്ട വിവാദം. അങ്ങനെ ഓരോ വിവാദവും ഭരണസമിതിയോട് ജനങ്ങളുടെ അതൃപ്തി വർദ്ധിപ്പിക്കുകയും മേയർക്ക് നന്ദി പറയാൻ പ്രതിപക്ഷത്തിന് കൂടുതൽ കാരണങ്ങൾ നൽകുകയും ചെയ്തു. LDFൻ്റെ വീഴ്ചകളെ മുതലെടുത്തു എന്നതിലപ്പുറം കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നേടിയ ഈ മുന്നേറ്റം BJPക്ക് തന്ത്രപരമായ വിജയമാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു മൂന്നാം ശക്തി എന്ന നിലയിൽ ഒതുങ്ങി നിൽക്കുന്ന എന്ന പരമ്പരാഗത ധാരണയെ തകർക്കുന്ന ഒരു രാഷ്ട്രീയ ഭൂകമ്പമായിരുന്നു തലസ്ഥാനത്ത് ഒരു BJP മേയർ സ്ഥാനം. ഈ ഒരു സാഹചര്യം സംസ്ഥാനത്തിലുടനീളം തങ്ങളുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കാൻ LDFും UDFും ഒരുപോലെ നിർബന്ധിതരാകും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ രാഷ്ട്രീയ മാറ്റം കേവലം ഒരു പ്രാദേശിക ഭരണമാറ്റം എന്നതിലുപരി കേരളത്തിലെ ഭരണത്തിലിരിക്കുന്നവർക്കുള്ള ശക്തമായൊരു പാഠമാണ്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്നും പൗരപ്രശ്നങ്ങളിൽ നിന്നും ഒരു ഭരണകൂടം അകലുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ ശൂന്യത നികത്താൻ BJPയെ പോലുള്ള വളർന്നു വരുന്ന ശക്തികൾ തന്ത്രപരമായി തയ്യാറെടുത്തിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാകുന്നു.